ഹായ്! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSCയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ചോദിച്ചാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ചോദിച്ചാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി ഇന്ത്യയുടെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയുടെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നുണ്ട്, ഇന്ത്യയുടെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ ചോദിച്ചാൽ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ. പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ചോദിച്ചാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ചോദിച്ചാൽ അത് RBI ആണ്. ഇന്ത്യയുടെ ബാങ്കുകളുടെ ബാങ്ക് ചോദിച്ചാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി ₹1 ഒഴികെയുള്ള, നോട്ട് ചെയ്ത് വെക്കുക, ₹1 ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിക്കുന്ന സ്ഥാപനം, ₹1 ഒഴികെയുള്ള കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന സ്ഥാപനം ചോദിച്ചാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ₹1 ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും. അങ്ങനെയാണെങ്കിൽ ₹1 നോട്ട് അച്ചടിച്ച് പുറത്തിറക്കുന്നത് ആരാണ്? ₹1 നോട്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ₹1 നോട്ട് അച്ചടിച്ച് പുറത്തിറക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ₹1 നോട്ടിൽ സൈൻ ചെയ്യുന്നത് ആരാണ്? ആരുടെ സിഗ്നേച്ചർ ആണ് ₹1 നോട്ടിൽ ഉണ്ടാവുക? കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. ആരുടേതാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആണ് ₹1 നോട്ടിൽ സൈൻ ചെയ്യുന്നത്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. പഠിച്ചു വെക്കുക. അപ്പോൾ ₹1 ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിക്കുന്ന സ്ഥാപനം ചോദിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ₹1 നോട്ട് അച്ചടിച്ച് പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. സൈൻ ചെയ്യുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആണ്. ഇനി ഇന്ത്യൻ കറൻസി നോട്ടുകളിലെ ആകെ ഭാഷകൾ, എത്ര ഭാഷകളാണ് ഇന്ത്യൻ കറൻസി നോട്ടിൽ കാണാൻ വേണ്ടി പറ്റുന്നത്? 17. ഇന്ത്യൻ കറൻസി നോട്ടുകളിലെ ആകെ ഭാഷകൾ ചോദിച്ചാൽ 17 ആണ്. ഇന്ത്യൻ കറൻസി നോട്ടുകളിലെ ആകെ ഭാഷകൾ 17. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ഏത് വർഷമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്? 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1935 ഏപ്രിൽ 1. ഏപ്രിൽ 1 ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ ആയി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിൽ ഒരു ധനകാര്യ വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. മാർച്ച് 31 വരെ. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഫിനാൻഷ്യൽ ഇയർ ചോദിച്ചാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. റിസർവ് ബാങ്ക് നിലവിൽ വരുന്നതിന് കാരണമായ കമ്മീഷൻ ഓർത്തിരിക്കണം. റിസർവ് ബാങ്ക് നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ PSCയിൽ ചോദിക്കാറുണ്ട്. ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ മുഖേനയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നിട്ടുള്ളത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഇനി റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം, റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം ചോദിച്ചാൽ എത്രയാണ്? 1949 ജനുവരി 1. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. ഒന്നുകൂടെ പറയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1935 ഏപ്രിൽ 1. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. റിസർവ് ബാങ്ക് നിലവിൽ വരുന്നതിന് കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ മുഖേനയാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നിട്ടുള്ളത്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം 1949 ജനുവരി 1. ഇനി റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ. നിലവിൽ എവിടെയാണ്? മുംബൈയിലാണ്. അപ്പൊ നമ്മൾ പഠിച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നിട്ടുള്ളത്, RBI നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1. അപ്പൊ 1935 മുതൽ 1937 വരെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു. എവിടെയാണ്? കൊൽക്കത്ത. ഓർത്തിരിക്കണം. നിലവിൽ മുംബൈ ആണ്. 37 വരെ എവിടെയായിരുന്നു? കൊൽക്കത്തയാണ്.
റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ കാണുന്ന മൃഗം. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ കാണുന്ന മൃഗം ചോദിച്ചാൽ ഏതാണ്? കടുവയാണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ കാണുന്ന മൃഗം കടുവയാണ്. ഇനി റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ചോദിച്ചാൽ എണ്ണപ്പനയാണ്. ഒന്നുകൂടെ പറയാം. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയാണ്. 35 മുതൽ 37 വരെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ കാണുന്ന മൃഗം കടുവയാണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ചോദിച്ചാൽ അത് എണ്ണപ്പനയാണ്. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ആരാണ്? ആദ്യ ഗവർണർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് ആണ്. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ആണ് ഓസ്ബോൺ ആർക്കൽ സ്മിത്ത്. റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ. റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ചോദിച്ചാൽ അത് CD ദേശ്മുഖ് ആണ്. അപ്പോൾ റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് ആണ്. ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ ചോദിച്ചാൽ CD ദേശ്മുഖ് ആണ്. CD ദേശ്മുഖ് ആണ്. ഇനി റിസർവ് ബാങ്ക് ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി. റിസർവ് ബാങ്ക് ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. അപ്പോ റിസർവ് ബാങ്കിന്റെ 15ാമത് ഗവർണർ ആയിരുന്നു മൻമോഹൻ സിംഗ്. വർഷം ചോദിച്ചാൽ 1982 മുതൽ 1985 വരെ. ഓർത്തിരിക്കുക, 1982 മുതൽ 1985 വരെ ആയിരുന്നു മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചത്. എത്രാമത് ഗവർണർ ആയിരുന്നു? 15ാമത്. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സേവനം അനുഷ്ഠിച്ച വർഷം ചോദിച്ചാൽ 2009 മുതൽ 2014 വരെ. 2014 വരെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടെ പറയാം. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ ആണ് CD ദേശ്മുഖ്. റിസർവ് ബാങ്ക് ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി മൻമോഹൻ സിംഗ് ആണ്. ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി സേവനം അനുഷ്ഠിച്ചത്. ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി സേവനം അനുഷ്ഠിച്ചത് ആരാണ്? ബി രാമറാവു ആണ് ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പീരീഡ് കൂടെ പഠിച്ചു വെച്ചോളൂ. 1949 മുതൽ 1957 വരെ 7 വർഷമാണ് അദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. 1949 മുതൽ 57 വരെ. ഏറ്റവും കുറഞ്ഞ കാലം ഗവർണറായി സേവനം അനുഷ്ഠിച്ചത്, ഏറ്റവും കൂടുതൽ കാലം ബി രാമറാവു ആണ്. ഏറ്റവും കുറഞ്ഞ കാലം ഗവർണറായി സേവനം അനുഷ്ഠിച്ചത് അമിതാഭ് ഘോഷ് ആണ് ഏറ്റവും കുറഞ്ഞ കാലം ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോ അമിതാഭ് ഘോഷ് വെറും 20 ദിവസം മാത്രമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. 20 ദിവസം മാത്രമാണ് കേട്ടോ. 1985 ജനുവരി 15 മുതൽ ഫെബ്രുവരി 4 വരെയാണ് അമിതാഭ് ഘോഷ് RBIയുടെ ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചത്. നിലവിലെ ഗവർണർ ആരാണ്? നിലവിലെ ഗവർണർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറന്റ് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോ നിലവിലെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. നിലവിലെ ഗവർണർ ചോദിച്ചാല് സഞ്ജയ് മൽഹോത്രയാണ്. 26ാമത് ഗവർണർ ആണ് എന്നും ഓർത്തിരുന്നോളൂ. നിലവിലെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. 26ാമത് ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്ക്. റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. ഇനി പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് സ്വീകരിക്കുന്ന നടപടി. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ RBI സ്വീകരിക്കുന്ന നടപടി എന്താണ്? റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. പണപ്പെരുപ്പമാണെങ്കിൽ റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. ഇനി പണച്ചുരുക്കമാണെങ്കിൽ RBI റിപ്പോ നിരക്ക് കുറയ്ക്കും. ഓർത്തിരിക്കുക, പണപ്പെരുപ്പമാണെങ്കിൽ റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കും, പണച്ചുരുക്കമാണെങ്കിൽ എന്ത് ചെയ്യും? റിപ്പോ നിരക്ക് കുറയ്ക്കും. അപ്പോൾ എന്താണ് റിപ്പോ നിരക്ക് പഠിച്ചു. റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. അപ്പൊ എന്താണ് റിവേഴ്സ് റിപ്പോ നിരക്ക്? വാണിജ്യ ബാങ്കുകൾക്ക് അവരുടെ മിച്ച ഫണ്ടുകൾ RBIയിൽ നിക്ഷേപിക്കുക വഴി ലഭിക്കുന്ന പലിശ നിരക്കാണ്. എന്താണ്? അപ്പോ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാല് വാണിജ്യ ബാങ്കുകൾക്ക് അവരുടെ മിച്ച ഫണ്ടുകൾ RBIയിൽ നിക്ഷേപിക്കുക വഴി ലഭിക്കുന്ന പലിശ നിരക്കാണ്. അപ്പൊ റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും മാറിപ്പോവണ്ട, പഠിച്ചു വെക്കുക കേട്ടോ.
അപ്പോൾ നിലവിലെ റിപ്പോ റേറ്റ് കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ. 5.50% അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്